PSLV ദൗത്യങ്ങളിൽ അട്ടിമറി നേരെറിയാൻ അജിത് ഡോവലെത്തി. ISROയുടെ PSLV വിക്ഷേപണ ദൗത്യങ്ങൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെട്ടതോടെ ബലപ്പെട്ട അട്ടിമറി സംശയത്തിൽ വ്യക്തത തേടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തലസ്ഥാനത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം അതീവ രഹസ്യമായി കഴിഞ്ഞ മാസം എത്തിയ അജിത് ഡോവൽ PSLV നിർമ്മിച്ച തുമ്പ VSSCയിലെത്തി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായും ശാസ്ത്രജ്ഞരുമായും ചർച്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ 6 യോഗങ്ങൾ നടന്നതായാണ് വിവരം. എന്നാൽ ISRO ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ ISROയുടെ FAC റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് നൽകി. മോട്ടോറിന്റെ ചേംബറിലെ പ്രഷർ നഷ്ടമായതാണ് വിക്ഷേപണ ദൗത്യങ്ങൾ പരാജയപ്പെടാൻ കാരണമെന്നായിരുന്നു റിപ്പോർട്ടിൽ. ഇത് തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് അട്ടിമറി സംശയം ബലപ്പെട്ടത്. ഡോവൽ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും. കഴിഞ്ഞ മാസം 22, 23 തീയതികളിലായിരുന്നു ഡോവലിന്റെ തലസ്ഥാന സന്ദർശനം എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്നും ഡോവൽ കന്യാകുമാരിയിലേക്കാണ് പോയത്. BJPയുടെ തലസ്ഥാന കോർപ്പറേഷൻ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ 23-ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയതിനെ തൊട്ടു മുൻപ് ഡോവൽ കന്യാകുമാരിയിലേക്ക് പോയിരുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് നിർണായകമാകേണ്ട 2 വിക്ഷേപണങ്ങളാണ് തുടർച്ചയായി പരാജയപ്പെട്ടത്. 2025 മെയ് 18-ന് PSLVയുടെ 61-ാം ദൗത്യവും 2026 ജനുവരി 12-ന് 62-ാം ദൗത്യവുമാണ് പരാജയപ്പെട്ടത്. അതീവ പ്രാധാന്യമുള്ള ഉപഗ്രഹങ്ങൾ വഹിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ച റോക്കറ്റുകളുടെ 2 ഘട്ടങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചെങ്കിലും 3-ാം ഘട്ടം കൃത്യമാകാതിരുന്നതിനെ തുടർന്ന് ദിശ മാറിപ്പോവുകയായിരുന്നു. വിക്ഷേപണത്തിൽ ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ വ്യക്തതയോടെ പകർത്താൻ ശേഷിയുള്ള ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കുതിപ്പിനാണ് ഇത് തിരിച്ചടിയായത്. 2017-ന് ശേഷം ആദ്യമായാണ് PSLV ദൗത്യം പരാജയപ്പെട്ടത്. ISRO ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഡോക്ടർ S സോമനാഥ് മാറിയ ശേഷം ഡോക്ടർ V നാരായണൻ ചുമതലയേറ്റതോടെ പല ശാസ്ത്രജ്ഞർക്കും സ്ഥാനചലനമുണ്ടായി. ചിലർ ISRO വിട്ടുപോയി. നാരായണൻ നേതൃത്വം നൽകിയ 2 പ്രധാന ദൗത്യങ്ങളും പരാജയപ്പെട്ടു. രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പരിഹാരവുമായി പറന്നെത്തുന്നതാണ് അജിത് ഡോവലിന്റെ പതിവ്. PSLV റോക്കറ്റിന്റെ തുടർ പരാജയങ്ങളുടെ നേരെറിയാൻ 10 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് എത്തിയതാണ് ഒടുവിലെത്തിയത്. ചാർട്ടേഡ് വിമാനം ഉപയോഗിക്കാവുന്ന പദവിയാണെങ്കിലും ഇൻഡിഗോ വിമാനത്തിൽ സാധാരണ യാത്രക്കാരനെ പോലെയായിരുന്നു ഡൽഹിയിൽ നിന്നെത്തിയത്. സുരക്ഷയ്ക്ക് 4 പോലീസുകാർ മഫ്തിയിലുണ്ടായിരുന്നു. ആരോടും ആശയവിനിമയം നടത്താതെ തലസ്ഥാനത്തെ രഹസ്യ ദൗത്യം പൂർത്തിയാക്കി ഡൽഹിക്ക് തിരിച്ചു പറന്നു. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ ക്യാബിനറ്റ് പദവിയുടെ 2ാം വട്ടവും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുകയാണ്.